യെസ്, നമ്മളെന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോളി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ വിശാൽ കേത്തിൻ്റെ പേര് പറയും, ഗുർമീത്തിൻ്റെ പേര് പറയും. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഹൃത്തിക് തിവാരി ആണെന്ന്. കാരണം കുറച്ച് മത്സരങ്ങളെ കിട്ടിയുള്ളെങ്കിൽ പോലും ആ ഒരു കുറച്ച് മത്സരങ്ങൾ ഇറങ്ങി വളരെ മികച്ചൊരു പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ISL തന്നെ പുറത്തോട്ടൊരു സ്റ്റാറ്റാണ്. അതായത് ഏറ്റവും കൂടുതൽ സേവ് പെർസെൻറ്റേജ് ഉള്ള ഗോൾ കീപ്പറാണ് ഹൃത്തിക് തിവാരി. 79.5%. അത്രയും സേവ് പെർസെൻറ്റേജ് ഉള്ള മറ്റൊരു ഗോൾ കീപ്പറും ഈ ഒരു സീസണിൽ ISL ഇല്ല എന്ന് തന്നെ പറയണം. നമുക്കറിയാം ഗോളെന്ന് പറഞ്ഞുകൊണ്ട് വന്ന എത്ര അവസരങ്ങളാണ് ഹൃത്തിക് തിവാരി തട്ടി മാറ്റിയത്. സോ അത്ര മികച്ചൊരു ഗോളിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനോലോയുടെ കീഴിലാണ് അദ്ദേഹം. എല്ലാവരെയും മെരുക്കിയെടുക്കും, അത് വേറെ കാര്യമെന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് ഗോൾ കീപ്പറുണ്ട് സച്ചിൻ സുരേഷൊക്കെ, എത്രണ്ണം സേവ് ചെയ്തു എന്തോ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പരംവീർ സിംഗുമായിട്ട് വന്നപ്പോൾ ഇതൊരു അപ്ഡേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു താരമായിരിക്കും പരംവീർ സിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിലേക്ക് അദ്ദേഹം കളിച്ചിരുന്നു പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് വെച്ച് ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് എന്നൊക്കെയാണ്. അതായത് യങ് സെൻറ്റർ ബാക്ക്, ഈ ഒരു ജനറേഷനിലെ ആ ഒരു യങ് ജനറേഷനിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്ക് ഒക്കെ ആയിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. സോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നതിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ വലിയൊരു ട്രാൻസ്ഫർ തുക നൽകണം പഞ്ചാബ് എഫ് സിക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അത്രയും തുക നൽകിയാൽ മാത്രമേ പഞ്ചാബ് എഫ് സി അദ്ദേഹത്തെ തരുത്തുള്ളൂ എന്നാണ് പുറത്തേക്ക് വരുന്നത്. സോ അത്രയും വലിയ തുക കൊടുത്തിട്ട് അദ്ദേഹത്തെ സ്വന്തമാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോൾ വേണമെങ്കിലും ഒരു അടുത്ത സൈനിങ് നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ജനുവരിയിലാണ് ഏറ്റവും മികച്ച വിദേശ താരങ്ങളെ ലഭിക്കുന്നത്. അതായത് മറ്റേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽക്കാട്ടിലും വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഏറ്റവും മികച്ച വിദേശ താരങ്ങൾ ലഭിക്കുക. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മിക്കവാറും യൂറോപ്യൻ ലീഗ്സും അതുപോലെ തന്നെ ടോപ്പ് ലീഗ്സും ഒക്കെ ഈ ഒരു വിൻ്ററിൽ അവസാനിക്കും, അതായത് ഡിസംബർ നവംബറോട് അവസാനിക്കും. സോ അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒരു നല്ല മുതൽക്കൂട്ടാണ്. കാരണം കൂടുതൽ പ്ലേയേഴ്സ് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് വേണമെങ്കിൽ മികച്ച പ്ലേയേഴ്സിനെയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മിക്കവാറും എന്താ പറയുക, ഒരു ഫോറിൻ താരം കൂടി പെപ്രയ്ക്ക് പകരം അല്ലെങ്കിൽ മിലോസിഞ്ചിന് പകരക്കാരനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഈ ഒരു ടൈം പീരീഡിൽ തന്നെ ടീമിനെ ഒന്ന് സെറ്റാക്കിയെടുത്ത് അടുത്ത സീസണിലേക്ക് റെഡിയാക്കാനാണ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ ഏറ്റവും മികച്ചതാണ്. സോ അങ്ങനെ വിദേശ താരങ്ങളെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.